MGRും MR രാധയും തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ കാരണങ്ങളായിരുന്നു. എന്തിനാണ് MR രാധ MGRനെ വെടിവെച്ചത്? പെറ്റാൽ താൻ പിള്ളയ എന്ന MGR സിനിമയിൽ MR രാധയും അന്നത്തെ കാലത്ത് 1 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടായിരുന്നു. അക്കാലത്ത് 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 10 കോടിക്ക് സമമാണെന്ന് ഓർക്കണം. അത് അദ്ദേഹം വീട് പണയപ്പെടുത്തി വാങ്ങിയ പണവുമായിരുന്നു. പടത്തിന്റെ ഷൂട്ടിംഗ് വിചാരിച്ചതുപോലെ നീങ്ങാതെ വന്നപ്പോൾ MR രാധ പരിഭ്രമിച്ചു. അത് MGR മനഃപൂർവ്വം കുഴപ്പിക്കുന്നതാണോ എന്ന സംശയം തോന്നുകയും ചെയ്തു. ആ ചിത്രം അങ്ങനെ അനന്തമായി നീണ്ടുപോയപ്പോൾ MR രാധയുടെ 1 ലക്ഷം രൂപ MGR സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പോലും. എന്നാൽ ആ വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ല എന്നും പറയപ്പെടുന്നു. ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും വേണ്ടിയാണ് MR രാധ MGRന്റെ രാമാവാരം തോട്ടത്തിലെത്തിയത്. ആ സംസാരവും തർക്കവുമൊക്കെയാണ് വെടിവെപ്പിൽ കലാശിച്ചതെന്നായിരുന്നു അന്നവർ പറഞ്ഞത്. MGRന്റെ കഴുത്തിൽ ഒരു വെടി ഏൽക്കുകയും MR രാധ സ്വയം 2 വെടി ഉതിർക്കുകയും ചെയ്തു. ഒന്ന് നെറ്റിയുടെ പുറത്ത് ടച്ച് ചെയ്ത് കടന്നു പോവുകയും മറ്റൊന്ന് കഴുത്തിലും. 2 പേരെയും ഒന്നിച്ച് ഒരു വണ്ടിയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. MGRന്റെ നിർബന്ധപ്രകാരമാണ് MR രാധയെ കൂടി ആ വണ്ടിയിൽ കയറ്റിയത്. MR രാധ വെട്ടൊന്നു മുറി 2 എന്നുള്ള സ്വഭാവക്കാരനാണ്. ആരെയും വകവെക്കില്ല, ഒന്നിനെയും പേടിയില്ല എന്ന സ്വഭാവക്കാരൻ. MR രാധയോട് കോടതിയിൽ വെച്ച ജഡ്ജി ചോദിക്കുന്നു, താങ്കളുടെ തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്ന്. അതിന് MR രാധ പറഞ്ഞ മറുപടി, ഞാൻ രാമചന്ദ്രനെ ചുട്ടാച്ച് അവർ ശാകലെ, നാനേ ചുട്ടാച്ച് നാനും ശാകലെ, അന്ത മാതിരി ഒരു തുപ്പാക്കിക്ക് എതൊക്കെ ലൈസൻസ്. അതായത് ഞാൻ രാമചന്ദ്രനെ വെടിവെച്ചു, അയാൾ ചത്തില്ല. ഞാൻ എന്നെ തന്നെ 2 പ്രാവശ്യം വെടിവെച്ചു, ഞാനും ചത്തില്ല. അങ്ങനെയുള്ള ഒരു തോക്കിന് എന്തിനാണ് ലൈസൻസ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. MR രാധയ്ക്ക് കോടതി 7 വർഷം ശിക്ഷ നൽകിയെങ്കിലും 3.5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി.